അപ്പോ നിനക്ക് ഇഷ്ടം കിളുന്തിനെയാണ് എന്ന് വെച്ചാ ഒരു എത്ര വയസ്സ് വരെ ആകാം? ചോദിച്ചാ ഒരു 23 മുതൽ താഴോട്ട് 15 വരെ. ഇറ്റ് ഈസ് യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ. പ്രായം കുറയും തോറും താല്പര്യം. കാശ് മുടക്കാവോ? കാശ് എത്ര വേണം മുടക്കാം. പക്ഷേ എന്താ ഒരു പക്ഷേ, നല്ല നറും പാല് പോലെ വിത്താൻ ISI മാർക്ക് എന്റെ ഉണ്ട്. അതിനൊക്കെ പറ്റിയ ആള് നമ്മുടെ ഉണ്ടാ. ടെലഫോണോടെ ഇപ്പൊ വിളിച്ചേരാല്ലോ. മിസ്റ്റർ നായർ. ഹലോ. മീറ്റ് മിസ്റ്റർ വിഷ്ണുനാരായൺ. ഞങ്ങൾ നേരത്തെ അറിയും. ഹലോ. അങ്കിള് പറഞ്ഞയാള് ഇത് തന്നെ. നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അറിയുന്നത് ഇത്തരത്തിലല്ല. അശനെ, ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കെട്ടുന്നു. ഏത് തൊഴിലിനും അതിന്റേതായ ഒരു മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് ശരിയാ. എന്നെ ഞാനാക്കിയത് ഈ തൊഴിൽ ചെയ്തിട്ടാ. നാണോരെ ചെവിന്ന് മറ്റേ കുന്ത്രാന്റെ അടുത്ത് മാറ്റി വെച്ചിരിക്കുക. എന്നാ രണ്ടുപേരും കൂടെ അപ്പുറത്ത് കൊണ്ടുവച്ച് കഴിച്ചോ. ഓ, എന്റെ അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോ പറഞ്ഞു വന്നത്, ഇവനിങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ മണത്ത് നടക്കുന്നതല്ലാതെ ഒരു ഫലവും ഇല്ല. ഇവന്റെ വിചാരം ഇവന്റെ ഈ വേഷവും ഗ്ലാമറും ഒക്കെ കണ്ട പെണ്ണുങ്ങൾ തന്നെ അങ്ങ് വീഴുവെന്ന. അതുപോലെ ബോർഡറും നടക്കും. നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഏയ്, നമ്മുടെ നാട്ടിലും നടക്കും. പക്ഷെ ഇവനുള്ള വൈഭവം ഇല്ല. താനൊന്ന് സഹായിക്കണം. ഒരു നല്ല കുട്ടിയുണ്ട് എന്റെ കയ്യിൽ. അമ്പൂരി കുട്ടിയാ. എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി സ്റ്റുഡന്റ്. 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. തകർന്നൊരു ഇല്ലത്തെയാ. ഇല്ലൊക്കെ പൊളിഞ്ഞു പോയി. അച്ഛനും അമ്മയൊക്കെ എന്ന കല്യാണം മറ്റാണ് അച്ഛനും അമ്മയും തറവാടൊക്കെ അന്വേഷിക്കാൻ. അതൊക്കെ അറിയണം. പിന്നെ ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. കാരണം ഒരു തമ്പുരാട്ടിക്ക് തന്തയില്ലാതുണ്ടായ കുട്ടിയാ. സ്ത്രീ മരിച്ചുപോയി. ഇല്ലം പൊളിച്ചു വാങ്ങിയത് ഞാനാ. അപ്പോ നമ്മുടെ കിട്ടിയതാ. എന്നൊരു കൊച്ചു കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ കോളേജിൽ വെച്ച് പഠിപ്പിച്ചോണ്ടിരിക്കുക. അതൊക്കെ ഇവിടെ താൻ ബിസിനസ് സംസാരിക്ക. പക്ഷാണ് ഇവരിങ്ങനൊരു ചിന്ത പോലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് റേറ്റ് ശക്കലം കൂടും. കുറയ്ക്കുന്ന പ്രശ്നമില്ല. താൻ പറയടോ. ഒരു 15,000 rupees. എന്ത് 15,000 രൂപയോ? അവളെന്നെ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയാണോ? തനി തങ്കമാണ്. പ്യുവർ ഗോൾഡ്. ഏതായാലും ആളെ കാണട്ടെ. നന്നായി അങ്കിൾ. വളരെ നന്നായി. നിന്റെ 2 ആരാധകര് വിളിയെ കാത്തിരിക്കുന്നു. ഇത് മിസ്റ്റർ വിഷ്ണുനാരായണൻ, ഇത് മിസ്റ്റർ തോമസ് ചാക്കോ. അസലായി കേട്ടോ. എന്റെ 31 വയസ്സിനിടയ്ക്ക് ഇത്ര മനോഹരമായ ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ഡാൻസിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് ചെയ്യുന്നയാളുടെ ഭംഗിയാണ്. ഇപ്പൊ ഇന്ദു ഇത്ര സുന്ദരിയല്ലായിരുന്നെങ്കിൽ ഈ സുഖം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ. ഇന്ദുവിന്റെ ട്രാക്ക് ഇതാ. മോഹിനിയാട്ടത്തിന് പറ്റിയ രൂപം, ആകാരവടിവും കണ്ണുകളും ചുണ്ടും ഒക്കെ മതി. ഓറാകുന്നു. അതെ അതെ. നിന്റെ വെക്കേഷൻ ആരംഭിക്കും? വെള്ളിയാഴ്ച മുതൽ ഹോസ്റ്റൽ അടയ്ക്കുക. ഇത്തവണ വെക്കേഷൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കണ്ട. മിസ്റ്റർ വിഷ്ണുനാരായണനോട് ഒരു വീടുണ്ട്. നിനക്കൊരു ചേഞ്ചും ആവും. പിന്നെ നിന്റെ നൃത്തമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് നിന്നോടൊരു വാത്സല്യം. നിന്നെ മദ്രാസിലെ കലാനികേതനിൽ വെച്ച് പഠിപ്പിക്കണമെന്ന് പറയാ മൂപ്പര്. അദ്ദേഹം വിചാരിച്ചാൽ നിന്നെ എവിടെ എത്തിക്കുമെന്ന് അറിയാമോ? ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഡാൻസറാക്കും. എന്താ വിഷമമുണ്ടോ? ഇല്ല, അങ്കിള് പറയുന്ന പോലെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി കുറച്ചു നാളത്തേക്ക് കണ്ണാടിയും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ തന്നെ വെക്കാം. പുറത്തതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ പ്രധാന ജോലിയൊക്കെ ചെയ്യാൻ പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടല്ലോ. ആ പോത്ത് ചാക്കോയും ആ നായരും ഒക്കെ. എനിക്ക് എന്റെ വരണുണ്ട്. ആ കണ്ണാടിയും കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചോ.
അതേ വെക്കുള്ളൂ, അതേ വെക്കുള്ളൂ. ഒന്ന് കൂടെ ചെല്ലടാ. വിഷ്ണു, ഒരു മിനിറ്റ്. കേറുന്നില്ലേ? കേറുന്നില്ല. പോയിട്ട് അല്പം ധൃതിയുണ്ട്. ഇപ്പോ പറഞ്ഞതുപോലെ ഒരാഴ്ച കഴിയുമ്പോൾ ഇദ്ദേഹം വരും. കൂടെ പറഞ്ഞു വിട്ടേക്കണം. പിന്നെ വാ, ധൃതിയും എത്രാളൊന്നും കാണിക്കരുത്. അതൊക്കെ പറഞ്ഞ് മെരുക്കി എടുക്കണം. ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടിയാ. താനതിന്റെ ഒരു എക്സ്പെർട്ടാണല്ലോ. എന്നിട്ടേ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാവൂ. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളൂ. ശരി, അപ്പൊ പറഞ്ഞു. ഓക്കെ. ശിഷ്യ, ചളവാക്കല്ലേ. ഗുരുനാഥന്റെ സഹായം വല്ലതും വേണം പറയണം. ആ, ഒരു സഹായം വേണ്ടി വരും. എന്താ? ഒരാഴ്ചത്തേക്ക് ഈ പടി കടന്ന് ഇങ്ങോട്ട് കയറി വരരുത്. എന്താ ആലോചിച്ചിരിക്കുന്നത്? വീടൊക്കെ ഇഷ്ടായോ? ഇന്ദുവിന്റെ മുറിയോ? ഇഷ്ടായി. ഇരിക്ക്. ഞാൻ നിന്നോളാ. ഇന്ദു അത്താഴമൊന്നും കഴിച്ചില്ലല്ലോ. 2 പഴം കഴിച്ചല്ലോ. പിന്നെ മത്സ്യവും മാംസവും ഒന്നും ഞാൻ കഴിക്കില്ല. ശീലമില്ലാഞ്ഞിട്ടാ. ഓ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. നാളെ മുതൽ എന്ത് വേണമെന്ന് നാണുമാരോട് പറഞ്ഞാൽ മതി. ഇന്ദുവിനോട് ഒരു കുറവും ഉണ്ടാവില്ല. ഞാൻ നിരീച്ചു ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന്. എന്താ, കുട്ടികൾ ഇഷ്ടാണോ? നല്ല ഇഷ്ടാ. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കി നേരം പോണത് അറിയില്ല. കഥ പറയോ കളിക്കോ എന്തൊക്കെ ചെയ്യായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്കും ഇഷ്ടാണ്. ഇവിടെ ഞാനുണ്ട്, നാണുമാരുണ്ട്, ഗോപാലനുണ്ട്. എന്താ, ഞങ്ങളാരും ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, അതുകൊണ്ടല്ലാട്ടോ. പരിചയമില്ലാത്ത ഇടല്ലേ. ഇത്ര വലിയ ദിക്കിലൊക്കെ ഇങ്ങനെ പോയി നിന്നിട്ടില്ലെന്നേ. ഇന്ദുവിന് ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നോളൂ. ഇന്ദുവിന് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമുണ്ടോ? ഇല്ല. ഭയമുണ്ടെങ്കിൽ എന്റെ മുറി ഒന്ന് കിടക്കാം. ഇല്ല. എന്തിനാ ഭയക്കണേ? രാത്രി വല്ല ദുസ്വപ്നമൊക്കെ കണ്ടാലേ. കാണില്ല. ഉറങ്ങാൻ നേരത്ത് കുരിശ് വരച്ചിട്ട് കിടന്നാ മതി. സിസ്റ്റർ ജസീന പറഞ്ഞു തന്നതാ. കുരിശോ? ഉറക്കം വരുന്നില്ലെങ്കിൽ കുറച്ചുനേരം നമുക്ക് പുറത്ത് ഗാർഡനിൽ ചെന്നിരിക്കാം. രാത്രി ഒരു ഭംഗി ഉണ്ടാവില്ല. പൂക്കള് കാണണമെങ്കിൽ പകല് എന്നെ കാണണം. പിന്നെ ഉറക്കം വരാനൊരു സൂത്രപ്പണിയുണ്ട്. പുസ്തകം എടുത്ത് വായിച്ചാ മതി. എനിക്ക് പുസ്തകം കണ്ടാ മതി. അപ്പൊ ഒരു ഉറക്കം. എങ്കിൽ ചെന്ന് ഏതെങ്കിലും പുസ്തകം എടുത്ത് വായി. ഉറക്കം വരട്ടെ. എന്തായി? ഇത് പുലിവാലാവുമെന്നാ തോന്നുന്നേ. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ. ആൾക്ക് ഇപ്പോഴും 5.5 വയസ്സാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണം. അല്ല, ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം. അല്ലാതെ അയ്യേ അത് വേണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. സാറ് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. എണീക്കൂ. എണീക്കുന്നേ. നേരെ ഉച്ചയായി. ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കം? ചായ. ആ നാണുകാര് പാവാണ് കേട്ടോ. കണ്ണട ഉണ്ടായിട്ടും വെക്കുന്നില്ല. കണ്ണോട്ട് കാണുന്നുമില്ല. ഞാൻ വെപ്പിച്ചു. എങ്ങനെയുണ്ട് ചായ? നന്നായിട്ടുണ്ട്. നോണ പറയാ. എനിക്ക് കാപ്പിടാനാ ഇഷ്ടം. എന്താന്നറിയോ? ഇല്ല. അത് നല്ല എളുപ്പാ. എങ്ങനെ കളിക്കാലും ഒരു രസം ഉണ്ടാവും. ചായ ഒരു പാകം തെറ്റിയാ അത് വായിൽ ഒഴിക്കാൻ പറ്റില്ല. ഇത് നല്ല രസമായിട്ടുണ്ട്. യെസ്, വിഷ്ണു സ്പീക്കിംഗ്. ആ, എന്താ വക്കീലേ? അയ്യോ, ഇന്നോ? ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ? ഓ, അത് ശരി. ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോന്നൂടെ? ശരി, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കാം. ഉച്ചയോടെ എത്തും. ഓക്കെ. എന്താ ഫോണില് പറഞ്ഞത്? രാവിലെ ഒരു യാത്രയുണ്ട് കൊച്ചിക്ക്. പോയിരുന്നോ? വന്നാ ബുദ്ധിമുട്ടാവോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, വരുന്നില്ല. വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഞാനൊരു ശല്യാവും. ഞാൻ പോയിട്ട് രാത്രി എത്തും. നേരത്തെ വരണം കേട്ടോ. അല്ലെങ്കി വരുമ്പോ ഞാൻ സുഖമായിട്ട് ഉറങ്ങുണ്ടാവും. ഞാൻ ഓടിച്ചോളാം.
ഞാനേ പിന്നെ ഈ കുന്ത്രാണ്ട് കൊടുത്ത് ചെവി വെച്ചൂടെ? സൂക്ഷിച്ചോളണം. ആ തോമസ് ചാക്കോ ആള് വിളഞ്ഞ വിത്താ. ചിലപ്പോ വരും. അകത്ത് കേട്ടരുത്. ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കണം. ഞാൻ വന്നിട്ട് തുറന്നാ മതി. എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ അവളിരിക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കണം. ശരിക്കും കേട്ടോ? എവിടെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? നാണുവാരെ, ഇവിടുത്തെ സാറിന് ഭാര്യയും കുട്ടികളൊന്നുമില്ലേ? ആവശ്യമില്ലാത്തൊന്നും ചോദിക്കരുത്. മോളധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട, അകത്ത് വരുന്നുള്ളൂ. ഞാൻ ഗേറ്റ് കൂട്ടിട്ട് വരാം. സാറാണോ? സാറാണോന്ന്? എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു. എന്തോ തനിക്ക് എന്ത് പറ്റി? വേഗം തുറക്കടോ ഗേറ്റ്. ഓ തുറക്കാം. അച്ഛന് തണുക്കുന്നുണ്ടോ? സ്വെറ്റർ എടുത്തിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. എന്താന്നാണ് നേരെ അന്യനെ പോലെ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ. ഓ ഒന്ന് അറിയിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. എന്റെ മോന്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ അറിയിച്ചിട്ട് വേണം അല്ലേ? അല്ല, അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കുട്ടൻ ഉറങ്ങിയോ? ഇല്ല, വന്നിട്ടില്ല. കൊച്ചിക്ക് പോയിരിക്കാം വക്കീലിനെ കാണാൻ. എപ്പോഴാ വരിക? രാത്രി തന്നെ വരുമെന്നാ പറഞ്ഞേക്കണത്. ആ, ഈ വീട് വിഷ്ണു വാങ്ങിയതോ അതോ വാടകയ്ക്കോ? വാങ്ങിയതാ. ഞാനിവിടെ ഒരു തവണ വന്നിട്ടുള്ളൂ. ഞാനും അതെ, ഒരിക്കൽ വന്നിട്ടുണ്ട്. വാങ്ങിയ ഇടയ്ക്ക്. ഇതിലെ വരും, അതാണ് സാറിന് പറയും. നാണുകാരെ, ബാത്റൂം എവിടെയാ? അവിടെയാണ് ബാത്റൂം. അവിടെയാണ് ബാത്റൂമേ. അവിടെയാണ് ബാത്റൂമേ. അയ്യോ കൊച്ചേ കൊച്ചേ കൊച്ചേ. നാണുനേരെ, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാതെ ആ കാറിൽ ചെന്ന് പെട്ടിയും സാധനങ്ങൾ എടുത്തോണ്ട് വരണം. ഓ ആ ഓ ഓ. സീതേ, വല്ലാതെ വിശക്കുന്നു. അടുക്കളയിൽ കഴിക്കാൻ വല്ലതുണ്ടോ നോക്ക്. നാണുനേരെ, ഈ മുറിയുടെ താക്കോൽ എവിടെ? അത് പിന്നെ അത് ഈ മുറി തുറന്ന് എന്റെ പെട്ടി അതിനകത്ത് വെച്ചാ മതി. അത് മുഴുവൻ അഴുക്കും പൊടിയും കയറി കിടക്കുക. പിന്നെ തനിക്ക് എന്തോടാ അവിടെ ജോലി? തിരിച്ചടിയായല്ലോ ദൈവമേ. അവിടെ നിന്ന് പിറുപിറുക്കാതെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടോ. ഓ അപ്പഴേ കൊച്ചമ്മേ, അവിടെ നല്ലൊരു എ ക്ലാസ് മുറിയുണ്ട്. മേനോൻ സാറിന് അപ്പുറത്തൊരു മുറിയുണ്ട്. ഞാൻ പോയി പെട്ടി വേണ്ട വേണ്ട, പെട്ടിയൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. താൻ അതിന്റെ താക്കോലിഞ്ഞെടുത്തേ. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ മുറി തന്നെയാ കിടന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേ ഞാനിന്ന് കിടക്കുന്നുള്ളൂ. അമ്പടാ, തന്നെയൊക്കെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. സീതേ, ആ ചൂളിഞ്ഞെടുത്തേ. അയ്യോ, താക്കോല് പോയി. അതെ, അതാണ് പ്രശ്നം. അതുകൊണ്ട് അടിച്ചു വരായിരുന്നത്. ഞാൻ എപ്പോഴും പറയും, പക്ഷെ കേക്കണ്ടേ. എന്താമ്മേ കാര്യം? ഇത്രയും നല്ല ഒരു മുറി ഒന്ന് അടിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇയാളെയൊക്കെ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? എന്നിട്ട് ഒരു കാരണം, താക്കോല് കണ്ടില്ല എന്ന്.
ലൈറ്റ് ഉണ്ടല്ലോ. ലൈറ്റ് ലൈറ്റ് എന്താ സീതേ? എന്തിനാ നീ കരയുന്ന? എന്താ മോളെ? സീതേ, സീതേ, എന്താ മോളെ, എന്ത് പറ്റി? എന്റെ ഈശ്വര, എടോ ആരായി പെണ്ണ്? സത്യം പറയടോ, ആരായി പെണ്ണ്? എന്റെ കൊച്ചമ്മ ആവശ്യമില്ലാത്ത കാര്യം നീ അന്വേഷിക്കാറില്ല, എന്നോട് ചോദിക്കരുത്. എന്താ എടത്തി? നശിച്ചട, എന്റെ കുടുംബം നശിച്ച് നാരായണക്കല്ലായി. വീടും വേണ്ട, നാടും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ടെന്ന് വെച്ച് നടന്നത് ഇതുകൊണ്ടാണെന്ന് ഇപ്പോഴാണല്ലോ ഈശ്വര ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എന്താ കാര്യം എന്ന് പറയൂ. ഞാൻ മുറിയിൽ ചെന്ന് നോക്ക്. ഇത് എന്റെ തലയിൽ തന്നെ വന്ന് പെട്ടല്ലോ. എടാ, നീയാണ് എല്ലാത്തിനും കൂട്ട്. സത്യം പറടാ, അവന്റെ ഭാര്യയാണോ? അയ്യോ അല്ല, പിന്നെ കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല, കേൾക്കാൻ പാടില്ലാത്തൊന്നും കേൾക്കാറുമില്ല. എന്നോടും ചോദിക്കണ്ട, എനിക്കൊന്നും അറിയില്ല. എന്നെ ഈ നാണക്കേട് ഇടപെടുത്തരുത്. എനിക്ക് പണ്ടേ ചില സംശയം ഉണ്ടായിരുന്നു. ഞാനും എന്റെ മോളും ഇനി ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങള് പോവുക. നാരായണ, അവൻ ഇങ്ങോട്ട് വരട്ടെ. എന്താന്ന് അവനോടൊന്ന് ചോദിച്ചിട്ട്. ഓ, ഇനി അവനോട് ചോദിച്ചിട്ട് വേണമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പറയാനുള്ള നാന്നാര് പറഞ്ഞല്ലോ, നിങ്ങൾ വരച്ച വരെ നിർത്തി വളർത്തിയ മോനല്ലേ. ഇപ്പൊ കൊച്ചിക്ക് പോയിരിക്കുന്ന വേറൊരു വെപ്പാട്ടി എടുത്തെങ്കിൽ ആരറിഞ്ഞു? നെറുകെട്ടവൻ. നിർത്തൂ. എന്താടോ ആകെ കൊളായി. തോമസ് ചാക്കോ? അല്ല, ഭാര്യ, അമ്മയും അമ്മായപ്പനും. എന്റെ ദൈവമേ, അയ്യോ, അവരവിടെ കണ്ടാടോ? അവരെന്നെ പോലെ കണ്ണു കാണാത്തവരല്ലോ. ആ മേനോന്റെ ദേഹോപദ്രവം വരെ സഹിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഭാര്യയാണെന്നുള്ള ചോദ്യത്തിന് അല്ലാന്നും പറഞ്ഞു കേട്ടോ. ഓ മതിയല്ലോ, മിടുക്കൻ. സംഗതി പച്ചക്കാരൻ അവർക്ക് ക്ലീൻ. എടോ, തന്റെ മോളാണെന്ന് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഓ, അത് ശരിയാണല്ലോ. ആ ബുദ്ധി എനിക്ക് പോയില്ല. പോവില്ല, തലയുടെ ഉള്ളിൽ വല്ലതും വേണം. പോടോ അപ്പുറത്ത്. എടാ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? ആത്മഹത്യയാണ് എളുപ്പം. എടാ ഗോപാല, ഇപ്പോഴാണ് നീ എന്നെ സഹായിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കൊച്ചമ്മയുടെ മുന്നിൽ എന്റെ ഇമേജ് ഞാൻ നോക്കണം. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. വാ ഗുരുവായൂരപ്പാ. കൃഷ്ണ രക്ഷിക്കണേ. വെണ്ണ കൊണ്ടൊരു തുലാഭരണത്തേക്ക് എന്റെ നാക്ക് പിഴക്കില്ലേ. ആ, അമ്മാവൻ ഇതപ്പോ വന്നു. വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങും പോവില്ലായിരുന്നല്ലോ. സീത എവിടെ? സീതേ, സീതേ. എന്താ അമ്മാവനൊന്നും മിണ്ടാത്തത്? വീട്ടിലേക്ക് വരാത്തതിന് എന്നോട് പരിഭവിച്ചിരിക്കുകയായിരിക്കും അല്ലേ? സമയം കിട്ടണ്ടേ അമ്മാവ? നാണം കെട്ടവന്, മിണ്ടരുത് എന്നോട്. നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. ഇനി ഒരിക്കലും നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ വേണ്ട. സീത ഞാൻ കൊണ്ടുപോവാ. ഇനി അവൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ല. എന്താ എന്താ അമ്മേ പ്രശ്നം? എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എടാ, ഞങ്ങളെയൊക്കെ നീ ചതിച്ചല്ലോടാ. നിന്നെ ഞാൻ കൊല്ലോടാ. അമ്മേ, കാര്യം എന്താന്ന് പറയാമേ? എടാ, നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? ഇല്ല. ഏതാണ് അവള്? എവള്? എടാ, മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന പെണ്ണ് ഏതാന്ന്? ഓ, അതാണോ കാര്യം? സീതേ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? പറയടാ, ഏതാടാ പെണ്ണ്? പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ്. അമ്മേ, അമ്മയുടെ മകൻ ചില തെറ്റുകൾ ചെയ്തേക്കാം. പക്ഷെ ഒരിക്കലും ഞാനൊരു വൃത്തികെട്ടവനല്ലമ്മേ. സീതേ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുട്ടേട്ടൻ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുമെന്ന്? പറയും. നിനക്കെന്നെ വിശ്വാസമില്ലേ? പക്ഷേ ഓഹോ, നീ എന്നെ സംശയിക്കുന്നല്ലേ? എങ്കിൽ ആ പെണ്ണിന്റെ ആരാണെന്ന് പറയൂ. അത് അത് കൃഷ്ണ, ഇവരോട് ഞാൻ എന്ത് പറയും? നീ എനിക്കൊരു വഴി പറഞ്ഞു തരൂ. സാറ് നിരപരാധിയാണ്.
ഒരു ശുദ്ധനായ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. തക്കതായ ഒരു കാരണമില്ല സാർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ആ തക്കതായ കാരണം എന്ന് പറഞ്ഞു തരൂ. ഗോപാല, നീ എങ്കിലും എന്നോട് സത്യം പറയണം. കൊച്ചമ്മ, സത്യം മാത്രമേ ഞാൻ പറയൂ. അത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ളൊരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. ആ പെൺകുട്ടി സാറിന്റെ ഒരു കൂട്ടുകാരന്റെ മോളാണ്. അല്ലേ അല്ലേ സാറേ? കൂട്ടുകാരന്റെ മോളെന്താ ഇവിടെ? ഒരു കൂട്ടുകാരന്റെ മോക്ക് വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ വന്ന് താമസിച്ചിടുന്നുണ്ടോ? അതിലെന്താ തെറ്റ്? നുണ പറയാം, അതിൽ വിശ്വസനീയത വേണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തനിച്ച് താമസിക്കുന്നിടത്ത് ഉണ്ടാക്കുന്ന കൂട്ടുകാരനല്ല. അതിന് വേറെയാ പേര്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സീതേ, നീ പുറപ്പെടാൻ തയ്യാറാവ്. എടാ, ആ പെട്ടിയൊക്കെ എടുത്ത് വണ്ടി വെക്ക്. ഇവന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ആ പെണ്ണുവിന്റെ ഭാര്യയോ വെപ്പാട്ടിയോ എന്ത് മാങ്ങാത്തിലോനെ ആവട്ടെ. എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവിന് വേണ്ട. നാരായണ, ഞാനും ഉണ്ട് നിന്റെ കൂടെ. ഇത്രയും ദുസ്വഭാവിയായ ഒരു മകൻ എനിക്കില്ല. ഞാൻ മരിച്ചാൽ എന്റെ കർമ്മം ചെയ്യാൻ പോലും നീ വരരുത്. നീയും ആ പെണ്ണും കൂടി ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ. അമ്മേ, അവൾ ആരാണെന്ന് ഞാൻ പറയാം. അത് കേട്ടിട്ട് അമ്മ പോയാൽ മതി. പക്വതയില്ലാത്തൊരു പ്രായത്തിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണ് അമ്മേ അവൾ. വിവാഹത്തിന് മുമ്പ് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റ്. ആ തെറ്റിന്റെ ഫലം എന്റെ മകളാണ് അമ്മേ അവൾ. സീത, നിനക്കറിയോ, എന്റെ ഉള്ളിലുണ്ട് നീറുന്ന ഒരു പിതാവിന്റെ ഹൃദയം. നീ പറയുന്നതൊക്കെ സത്യമാണോ? നുണയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇതും പുച്ഛിച്ചു തള്ളാം. പക്ഷേ ഇത് സത്യമായിട്ടും സത്യമാണ്. അപ്പോ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. എന്റെ മോളെ പ്രസവിച്ച് അധികം താമസിയാതെ. അവളോട് എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചില്ല. അവളെ ബോർഡിംഗിൽ നിർത്തി പഠിപ്പിച്ചു. പക്ഷേ ഞാനാണ് അച്ഛനാണെന്ന് അവൾക്കറിയില്ല. അന്യനെ പോലെ ദൂരെ നിന്നു അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം. അമ്മേ, പൊറുക്കാനാവാത്ത തെറ്റാണ് ഈ മകൻ ചെയ്തതെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിട്ടിട്ട് പോവാം. സീതേ, എന്തുകൊണ്ടോ എനിക്ക് നിന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ ഈ കുട്ടേട്ടനെ ഉപേക്ഷിച്ച് നിനക്കും പോകാം. മോളെ, തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? എന്റെ മോൻ അത്ര നിറകെട്ടവനല്ല. അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത്. സംഗതി ഏറ്റോടാ. ഏറ്റ മട്ടുണ്ട്. അല്പ കടന്ന കൈയായി പോയി. പിന്നെ ഞാൻ എന്താ ചെയ്യാ? എല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഭഗവാൻ നാവിൽ തോന്നിച്ചു, ഞാനതങ്ങ് പറഞ്ഞു. എല്ലാവരും കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മോളായിട്ടുണ്ട് നടക്കേണ്ടി വരില്ലേ? അതിന് വഴിയുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അമ്മയും സീതയ്ക്ക് അങ്ങ് പോകില്ലേ, ഈ പെണ്ണ് ഹോസ്റ്റലിലേക്കും പോകും. 1 or 2 മാസം കഴിയുമ്പോൾ ഒരു നുണയോടെ പറയും അവിടെ മരിച്ചുപോയെന്ന്. പ്രശ്നം അവസാനിച്ചില്ലേ? സാറ് കള്ളം പറയുന്നതിൽ PhD എടുത്തിട്ടുണ്ടോ? എടാ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട സാക്ഷാൽ ഹരിചന്ദ്രൻ പോലും നുണ പറഞ്ഞു പോലൂടാ. എന്തിനാ കുട്ടേട്ട എന്നോട് ഈ കാര്യം മറച്ചു വെച്ചത്? ഞാൻ അവളെ തള്ളി പറയുമെന്ന് വിചാരിച്ചോ? ഞാനങ്ങനെ ഭയന്നു. കുട്ടേട്ടന്റെ അല്ലെങ്കിൽ സീതയുടെ മാത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? കുട്ടേട്ടന്റെ മോള് എന്റെയും മോളല്ലേ, എന്റെ സ്വന്തം.
ആക്കിടാവേ ഇത് ഞാൻ തൊഴുന്നേൻ ആനന്ദമൂർത്തിയുടെ കാൽപുരാനെ എപ്പോഴും മുമ്പിൽ തിരുമേനി കാണുവാൻ തക്കൊരു കണ്ണിൻ അരുളിയിട് വേണം ജഗന്നിവാസ കരുണാമരാനേ മുകുന്ന ഭക്തപ്രിയ വാസുദേവ ജഗന്നിവാസ കരുണാമരാനേ മുകുന്ന ഭക്തപ്രിയ വാസുദേവ വരുന്ന രോഗങ്ങൾ അകന്നു പോകാൻ വരം തരേണേ ശ്രീ ഗുരുവായൂരപ്പ. എന്താ മോളുടെ പേര്? ഇന്ദു. ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഒക്കെ മനസ്സിലായിക്കോളും. അയ്യോ ഒന്ന് പറയൂ. ഇവിടെ ആരും കൂട്ടില്ലാണ്ട് ഞാനങ്ങനെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ആരാ? ആരാവണം? അമ്മയാണെന്ന് കരുതിക്കോളൂ. അതെ മോളെ, മോളുടെ അമ്മ തന്നെയാ. ഇന്ദുവിനെന്നെ ഇഷ്ടായോ? പേരെന്താ? സീത. സീതാലക്ഷ്മി. നല്ല പേരാട്ടോ. ഇല്ലത്തൊരു ചെറിയമ്മ ഉണ്ടായിരുന്നു, സീതാലക്ഷ്മി എന്നായിരുന്നു പേര്. പക്ഷെ അതൊരു അസത്താ, എന്നെ കണ്ണിനേറെ കണ്ടൂടാതിന്. പക്ഷെ ഈ സീതാലക്ഷ്മിക്ക് ഇന്ദുവിന് വലിയ ഇഷ്ടായി. മോൾക്ക് മുഖം കഴുകണ്ടേ? വരൂ. അയ്യോ, വായ പോലും കഴുകേണ്ട വർത്താനം പറഞ്ഞോണ്ടിരുന്നത്. സംസാരവും രീതിയൊക്കെ കണ്ട കൊച്ചു കുട്ടികളുടെ മാതിരിയാ. ഒരു ഇല്ലത്ത് ജനിച്ചതല്ലേ, ആ ഒരു ഗുണം ഉണ്ടാവാണ്ടിരിക്കുമോ? അതും ഒരു തമ്പുരാട്ടിയില്. അല്ലാതെ ഒരു സാധാരണ സ്ത്രീയെ എത്ര സുന്ദരിയായാലും കുട്ടനൊരു തെറ്റ് പറ്റുന്നു തോന്നുന്നുണ്ടോ നാരായണ? ചായ കൊടുക്കുമോളെ. ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? പോയത് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നോ? എങ്കിൽ ഞാനും വരുമായിരുന്നു കേട്ടോ. അതിനെന്താ, മോൾക്ക് ഇനിയും വരാലോ അല്ലേ കുട്ടേട്ടാ? അതെ അതെ. എന്തോ എവിടെയായി കുട്ടി? ഒന്ന് കണ്ട് കൊതി മാറാൻ കിട്ടുന്നില്ലല്ലോ. അയ്യോ, മുത്തശ്ശി വിളിക്കണു. ഞാൻ പോണു കേട്ടോ. നമ്മുടെ മോള് നല്ല സുന്ദരിയാണല്ലേ? അതെ അതെ. കുട്ടേട്ടന്റെ ചായയാണെന്നാ അച്ഛൻ പറയുന്നത്. എനിക്കത് തോന്നുന്നില്ല. അമ്മയെപ്പോലെയാകുമല്ലേ? അവളുടെ അമ്മ ഇത്ര സുന്ദരിയായിരുന്നോ? ആ, ഏതാണ്ടതൊക്കെ പോലെ. കുട്ടേട്ടാ, കുട്ടേട്ടൻ എന്തിനാ നെർവസ് ആവുന്നത്? എനിക്കതിൽ ഒട്ടും വിഷമമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായതില് ഇപ്പൊ ഞാൻ സന്തോഷിക്കുക. എന്തായിരുന്നു അവരുടെ പേര്? എന്റെ സീതെ, നീ ആ കഥകളൊക്കെ എന്നെ ഇനി ഓർമ്മിപ്പിക്കല്ലേ. മറന്നു കളഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. ഇന്നെന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഇനി ആ സ്ത്രീയെക്കുറിച്ചോ പഴയ കഥകളെ കുറിച്ചോ ഒന്നും നീ എന്നോട് ചോദിക്കരുത്. ആ നോട്ടവും ചിരിയും വർത്താനവും ഒക്കെ കുട്ടിനെ കൊത്തി വെച്ചിരിക്കുന്ന പോലെയാ അല്ലേ നാരായണ? നല്ല ചായ ഉണ്ട്. എന്റെ ഗോപാല, നിനക്കെങ്കിലും എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നില്ലേ? എങ്കിൽ എന്റെ കുട്ടി ഹോസ്റ്റലിൽ വളരേണ്ട വല്ല കാര്യമുണ്ടോ? മോള് അച്ഛന്റെ തറവാട്ടിലേക്ക് പോരുന്നുണ്ടോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞാരില്ലാത്തവരെ പോലെയാണല്ലോ വളർന്നത്. ഈ കുട്ടൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ. അച്ഛനാണെന്ന് പറഞ്ഞാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴുവോ? മോക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛന്റെ വീട്ടിലാ മോളിപ്പോ ഇരിക്കുന്നത്. മോളുടെ അച്ഛമ്മയാണ് ഞാൻ. എന്റെ കുട്ടിന്റെ മോളാ നീ. സത്യാണോ ഈ പറഞ്ഞത്? അതേ മോളെ, പ്രസവിച്ചില്ലെങ്കിലും മോളുടെ അമ്മയാണ് ഈ നിൽക്കുന്നത്. സത്യാണോ? അതെ മോളെ. അമ്മേന്നൊന്ന് വിളിച്ചേ. അമ്മേന്നൊന്ന് വിളിക്കും മോളെ. അമ്മേ.
യെസ്, വിഷ്ണു സ്പീക്കിംഗ്. ആ ഞാനാ തോമസ് ചാക്കോ. ഇപ്പൊ എത്തിയേ ഉള്ളൂ. പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങള്? കാര്യങ്ങള് അത് പിന്നെ ഞാൻ നേരിട്ട് പറയാം. താനെന്താ ഉരുളുന്നേ? ആഴ്ച ഒന്ന് കഴിഞ്ഞു, നീ എന്റെ ഊഴവാ. ഞാൻ എപ്പോഴാ വരണ്ടേ? ഞാൻ വിളിക്കാം. ആരാ? എൻ്റെ ഒരു ഫ്രണ്ടാ. ഞാനിന്ന് വീട്ടിലേക്ക് പോട്ടെ? ആ അത് നന്നായി. അല്ല പിന്നെ സീതേ, നീ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ പോണ്ടെന്ന് പറയാ. എന്തിനും ഞങ്ങൾ വിളിച്ചോണ്ട് പോവാ. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. അയ്യോ അതെന്തിനാ? അവളെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റണില്ല കുട്ടേട്ടാ. സീത അവിടെ പഠിപ്പ് കളയാൻ പറ്റുമോ? കോളേജ് ഉടനെ തുറക്കില്ലേ? അവളെ പഠിപ്പ് അങ്ങ് പൊയ്ക്കോട്ടെ. അവള് പഠിച്ച് ജോലി ചെയ്തിട്ട് വേണ്ട ഇവിടെ കുടുംബം പുലർത്താൻ. അതല്ല, നിർബന്ധമാണെങ്കിൽ നാട്ടിലുണ്ട് നല്ല കോളേജ്. അതൊക്കെ അടുത്ത കൊല്ലം ആവുമേ. ഇക്കൊല്ലം ഇവിടെ അങ്ങ് അവള് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇക്കൊല്ലം ഇനി അവള് കോളേജിൽ പോകുന്നില്ല. 10-12 കൊല്ലം പൂജയും പ്രാർത്ഥനയും ചെയ്തതിന്റെ ഫലം ഇപ്പോഴാ കിട്ടിയത്. എന്റെ കാര്യം പോട്ടെ, ഇവൾക്ക് വലിയ ആഗ്രഹങ്ങള്. ഇനി മോള് ഇവളുടെ കൂടെ വളർന്നാ മതി. അമ്മ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. നീ ഒന്നും പറയണ്ട. മോളുടെ കാര്യങ്ങൾ ഇനി നീ മാത്രം തീരുമാനിച്ചാ പോരാ, അതിന് ഞങ്ങൾക്കും ഉണ്ട് അവകാശം. ആ എനിക്കെന്താ അവകാശം? അതല്ല, നിനക്ക് അവളെ പിരിയാൻ പറ്റില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോരെ. അപ്പൊ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അമ്മേ? മോളെ കാണാൻ വേണ്ടി മാത്രമല്ലേ നീ മലമുകളിൽ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോ അത് വേണ്ട, നീ ഞങ്ങളുടെ കൂടെ പോര്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ അങ്ങ് വിറ്റുകളാ. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അതൊന്നും ശരിയാവില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നമുക്ക് പോവാൻ കുട്ടേട്ടാ. ഇനിയെങ്കിലും നമ്മുടെ മോള് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരട്ടെ. സീതേ, നീ എന്തോന്ന് അവന്റെ അടുത്ത് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ചെന്ന് അവന്റെ പെട്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ചെല്ലേ. എടാ, ഇനിയെങ്കിലും മീശയും കറുപ്പിച്ച് പിള്ളേരെ കളിച്ച് നടക്കാതെ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. പ്രായമായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് നീ, അത് മറക്കണ്ട. സാറ് നാട്ടിൽ പോയിരിക്കുക. അപ്പൊ ആ കുട്ടിയോ? അതിനെയും കൊണ്ടുപോയി വീട്ടിലേക്കോ? ആ എടാ ഭയങ്കര, അയാൾ ആള് കൊള്ളാവല്ലോ. ഇപ്പോഴാ തന്റെ മുഖത്തൊരു ചൈതന്യം വന്നത്. അതാ ഭാര്യയും കുട്ടികളും കൂടിയുള്ള കുടുംബജീവിതത്തിന്റെ ഒരു സുഖം. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്താ പറയാ? ഇവിടെ വന്നിട്ട് ഒരു ദിവസേ ആയുള്ളൂ. ഇതിനിടയ്ക്ക് എന്റെ കുട്ടിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റിയിട്ടില്ല. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വരികയല്ലേ. നമ്മൾ കുട്ടിയെ കാണിച്ചില്ലെങ്കിൽ അതൊരു വിഷമം. കേട്ടോ മോളെ, ഞാനും അച്ഛനും കൂടെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. മോളും അമ്മയും അച്ഛനും കൂടെ ഒരു ദിവസം വീട്ടിലോട്ടൊന്ന് വരണം. വരാമെന്ന് പറഞ്ഞാ പോരാ, വരണം. ഉടനെ ഒന്നും പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇവളെ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തണ്ടേ? എന്റെ വീട്ടിൽ തന്നെ 1 മാസം നിർത്തണമെന്ന് പറഞ്ഞ അച്ഛൻ പോയത്. അതെ അതെ, അത് ശരിയാ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി, പക്ഷെ വരണം. വരാം. എന്താടാ? എന്തു പറ്റി? അത്താഴമൊന്നും കഴിച്ചില്ലെന്ന് ചേച്ചി പറഞ്ഞു. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഗ്ലാമറൊക്കെ പോയല്ലോ സാറേ. നര കുറേശ്ശെ തെളിയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, ലൈസൻസ് ഉള്ള തന്തയായില്ലേ. പറഞ്ഞു പറഞ്ഞപ്പോ ഒരു തന്തയായ ഫീലിംഗാ. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ? വല്ല വഴിയുണ്ടോടാ? വഴിയുണ്ട്, പെരുവഴി.
സത്യം അറിഞ്ഞാൽ കൊച്ചമ്മയും ചേച്ചിയും നമ്മളെ രണ്ടുപേരെയും അടിച്ച് പെരി വഴിയിലിറക്കും. ആ തോമാച്ചനും നായരും കൂടിയുള്ള ചുറ്റിത്തിരിലെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അപ്പൊ നമ്മൾ പുറത്ത്. നമ്മൾ വെറും ഡ്രൈവർ അല്ലേ? അനുഭവിച്ചോ? ഇപ്പൊ നാട് മുഴുവൻ അറിഞ്ഞില്ലേ? വെറും 31 വയസ്സുള്ള അവിവാഹിതനായ യുവാവിന് 15 മോള്. ശവത്തി കുത്താതാ തെണ്ടി. ഇവിടെ ഞാൻ വേദന കൊണ്ട് പറയുമ്പോഴാ അവന്റെ ഒരു കച്ചേരി. എന്താ ഒരു ബഹളം? എന്താ കുട്ടേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അയ്യോ, എന്താ പെട്ടെന്ന് ഇങ്ങനെ തലവേദന? ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട എന്ന് പറഞ്ഞ പറ്റില്ല. ഗോപാലേഷ, ഡോക്ടർ വാര്യരൊന്ന് വിളിക്കേ. അയ്യോ ചേച്ചി, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ തലവേദന ഒരു പതിവാ. മരുന്ന് കഴിച്ചോണ്ട് ഒന്നും ഇത് മാറൂല. ഞാനിത് എത്ര കണ്ടതാ. പിന്നെ എന്താ ചെയ്യാ? വിക്സ് പുരട്ടട്ടെ? വേണ്ട, സാരമില്ല. ഇത്ര കഴിയുമ്പോ താനേ മാറിക്കോളും. അത്ര പെട്ടെന്ന് അങ്ങനെ വിട്ടുമാറുന്ന തലവേദനയാണോ? നീ ഇറങ്ങിപ്പോടാ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. ഞാനൊന്ന് തല തടവി തരട്ടെ? എന്റെ സീതയെ ഒന്നുമില്ല, ഒരു 10 മിനിറ്റ് കഴിയുമ്പോ താനേ മാറിക്കോളും. പെട്ടെന്നുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. ഓ അമ്മേ, വിളി തുടങ്ങി. ഏത് നേരവും ഞാൻ അടുത്ത് തന്നെ വേണോന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ഉറക്കം വരണുണ്ടാവും. ഞാൻ മോളുടെ മുറിയിലേക്ക് ചെല്ലട്ടെ. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ കുട്ടേട്ടന്? അമ്മയ്ക്ക് ഉറക്കത്തിൽ ഒരു ബോധമില്ല. അല്ലെങ്കിൽ അമ്മയുടെ മുറിയിൽ കിടത്തായിരുന്നു. ഒറ്റയ്ക്ക് കിടത്തിയ വല്ല ദുസ്വപ്നം കൊണ്ട് പേടിച്ച അത് മതി വല്ല അസുഖം. അമ്മതാ വരുന്നോ? കുട്ടേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഈ പാല് കുടിച്ചിട്ട് വേണം കിടക്കാൻ. നല്ല കുറുക്കനാണല്ലോ. ഇപ്പൊ വിളിക്കുന്ന പറഞ്ഞ് ഞാൻ അവിടെ തപസിരിക്കുക. വിളിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ. നമുക്ക് ഇവിടെ സംസാരിക്കാം. ഞങ്ങൾ ഇവിടെ സൽക്കാരത്തിനൊന്നും വന്നതല്ല. പാർട്ടി ഇവിടെ ഉണ്ടോ? അമ്പടാ വേന്ദ്ര, സ്വന്തം കുടുംബത്ത് കയറ്റി താമസിപ്പിക്കാനുള്ള ധൈര്യം എനിക്ക് പോലും ഇല്ല. താനിത് എങ്ങനെ സാധിക്കുന്നു? അതൊക്കെ ഓരോരുത്തരുടെ മിടുക്ക്. പക്ഷെ എന്നോടൊന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോരാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു. പറ്റിപ്പോയി, ക്ഷമിക്കണം. ഒരാഴ്ചയും 3 ദിവസമായി. 7,000 രൂപ കൂടി തരേണ്ടി വരും. ബിസിനസ് ഈസ് ബിസിനസ്. തരാം. പിന്നെ എനിക്ക് ഒരാഴ്ച സമയം കൂടെ തരണം. അതെന്ത് പണിയാറോ? ദിവസം എത്ര ഞാൻ കാത്തിരിക്കുന്നറിയോ? ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറയുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് നേപ്പിക്കാം. അയ്യോ, അത് പറ്റില്ല. താനിങ്ങനെ സെൽഫിഷ് ആയാലും എങ്ങനെയാടോ? ഇപ്പൊ അവളെ നിങ്ങളോട് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. ഒരാഴ്ച കൂടെ എനിക്ക് സമയം തരണം. മിസ്റ്റർ തോമസ് സംബന്ധിച്ചാൽ എനിക്ക് വിരോധമില്ല. ആരായാലും എനിക്കൊരാഴ്ചക്ക് 15,000 രൂപ കിട്ടണം, അത്രേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്കണം. ഇതൊരു പ്രേമലൈനാണെന്ന് തോന്നുന്നല്ലോ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോ സ്വന്തമാന്ന് പറയുമോ? അത് ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ശരി, താൻ്റെ ശിഷ്യനായി പോയില്ലേ? പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാ ഇന്ന് മുതൽ 7 ദിവസമാ. അത് മറക്കരുത്. ഇല്ല. അല്ല, അപ്പൊ ക്യാഷ് അത് ഞാൻ മാനേജറോട് വിളിച്ച് പറയാം. അയാൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു തന്നോളൂ. ഓക്കെ ഓക്കെ ബൈ. ആരാത്? അത് എന്റെ 1-2 സുഹൃത്തുക്കളാ. പിന്നെന്താ അവരെ അകത്ത് വിളിച്ചിരുത്താതിരുന്നേ? അവർക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒരു കാപ്പി പോലും കൊടുക്കാതെ? ഓ, അതൊന്നും സാരമില്ലെന്നേ. പിന്നെ ഇന്ദുവിന് കുട്ടേട്ടനോടൊരു പരിഭവമുണ്ട്. ഇവിടെ വന്നിട്ട് അച്ഛൻ അവളോട് മിണ്ടണില്ലെന്ന്. അത് കുട്ടികളോട് നമ്മളൊരു അകലം കീപ്പ് ചെയ്യണം, എന്നാലേ പേടിയുണ്ടാവും. നമ്മുടെ മോളല്ലേ കുട്ടേട്ട. നമ്മൾ അവളോട് അകലം കാണിച്ചാൽ നമുക്കും അവൾക്കും പിന്നെ എന്താ ഒരു സുഖം? അവളോട് അല്പം സ്നേഹം കാണിക്കണം. സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടാ. എനിക്കറിയില്ല. ഈ മാല മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം കൂടി ഇട്ടാ കഴുത്തൊടിയും. എല്ലാം കൂടി ഇടണ്ട, ആവശ്യത്തിന് ഇട്ടാ മതി. ഇതെല്ലാം മോക്കുള്ളതാ, അച്ഛമ്മയുടെ സമ്മാനം. ഇത് മുഴുവൻ അച്ഛമ്മയുടെയാ? അയ്യോ, എന്റെ കമ്മലും മാലയും മുക്ക. ഒരു സ്വർണ്ണനൂലുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട് ഞാൻ. മേപ്പുള്ളിയിലെ കുഞ്ഞാത്തൂലുടെ പൊന്നരിഞ്ഞാണത്തിന്റെ ഒരു മണി അടർന്നു പോയിട്ട് അത് ഞാൻ കട്ടൂന്ന് പറഞ്ഞ് അവരെന്നെ എത്ര തല്ലിന്നറിയോ? ഞാൻ കണ്ടിട്ടും കൂടി ഇല്ലായിരുന്നു. പിന്നെ അത് കൊളപ്പുരേന്ന് കിട്ടിയപ്പോ സാരില്ല കേട്ടോ എന്ന് പറഞ്ഞു വന്നു. ചോര വരുന്നവര് തല്ലിയിട്ട് സാരില്ല എന്ന് പറഞ്ഞ വേദന മാറും അച്ഛമ്മേ? നല്ല ചീത്ത പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ?
നല്ല കാര്യായി. രാവിലെയും വൈകിട്ടും നടു ഒടിയുന്നവരെ പണിയെടുത്താലാ 3 നേരം കഞ്ഞി കിട്ടുക. പിന്നെ എല്ലാ കൊല്ലവും പുസ്തകം ഉടുപ്പും വാങ്ങിത്തരും. എന്റെ ഇല്ലത്ത് അതും കൂടി കിട്ടില്ല. അമ്മ എന്തിനാ കരയണേ? സീതേ, കുട്ടനോട് പറ, ഇനിയെങ്കിലും എന്റെ കുട്ടിയെ മംഗലശ്ശേരിയിലെ വിഷ്ണുനാരായണന്റെ അന്തസ്സിന് വളർത്താൻ, അവക്കിഷ്ടം പോലെ ആഭരണങ്ങളും ഉടുപ്പും ഒക്കെ വാങ്ങാൻ ഇനി എന്റെ മോളുടെ ഒരാശയും നടത്തി കൊടുക്കാതിരിക്കരുത്. എനിക്കൊരാശയുള്ളൂ. അച്ഛനും അമ്മയും അച്ഛമ്മയും എന്നുണ്ടാവണം എനിക്ക്. സാറേ, കൊച്ചമ്മ വിളിക്കുന്നുണ്ട്. എന്താണ് വല്ല കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല. അമ്മ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ, വിളിച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എടാ നീ പുറത്ത് പോയിക്കോ, ചെല്. അവൻ അവിടെ നിന്നോട്ടെ. അവൻ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. എടാ കുട്ടാ, എന്റെ കാലം ഏതാണ്ട് കഴിയാറായി. നടക്കില്ലെന്ന് കരുതിയിരുന്ന ആശയം നടന്നു. നിനക്കൊരു കുട്ടി. അവളുടെ പുടമുറി കൂടെ കാണണമെന്നുണ്ട്. അതിനുള്ള ആയുസ് ഈശ്വരൻ തരുവാവോ? അമ്മ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ആ, അതോ, നമ്മുടെ പാലത്തിന്റെ അടുത്തുള്ള 5 ഏക്കർ സ്ഥലേ ഞാൻ ഇന്ദുവിന്റെ പേരിൽ മാറ്റാൻ പോവാ. അതിന്റെ ആധാരമായത്. അമ്മ എന്ത് ഭ്രാന്താ ഈ പറയുന്നേ? ഭ്രാന്തോ? എന്റെ പേരിലുള്ള വസ്തു എന്റെ പേരക്കുട്ടിക്ക് എഴുതി വെക്കുന്നതിന് നിനക്കെന്താ നഷ്ടം? അതൊക്കെ പിന്നെ ആലോചിക്കാം അമ്മേ. ആലോചിക്കാൻ ഒന്നുമില്ല. എടാ കുട്ടാ, നീ ഇത്ര ദുഷ്ടനാവരുത്. മറ്റാർക്കും അല്ലല്ലോ, നിന്റെ മോക്കല്ലേ. അമ്മ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഒരു പ്രശ്നവും ഇല്ല. എടാ ഗോപാല, എന്താടാ പ്രശ്നം? കൊച്ചമ്മ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, അവൾക്കിപ്പോ വിദ്യാഭ്യാസമാണ് പ്രശ്നം. ഇക്കാലത്ത് പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിപ്പും വേണം. നമ്മളിപ്പോ അവളുടെ ഭാവി നശിപ്പിക്കുകയാണ്. അതിനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നത്? അവളെ കോളേജിൽ അയക്കണം. 1 കൊല്ലം പോയി കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അത്രയല്ലേ ഉള്ളൂ. ആ. അയക്കാം. കോവല നീ നാളെ രാവിലെ അവളെ കോളേജ് കൊണ്ടാക്കണം. ആ, നാളെ ഒന്നും അയക്കാൻ പറ്റില്ല. ഏ? അവളെ ഒരാഴ്ചയെങ്കിലും സീതയുടെ വീട്ടിൽ നിർത്തണം. ബന്ധുക്കളുടെ എല്ലാവരുടെ വീട്ടിലും കൊണ്ടുപോയില്ലെങ്കിലും ചിലരുടെ വീട്ടിലെങ്കിലും എനിക്ക് അവളെ കൊണ്ടുപോകണം. അതെനിക്കൊരു വാശിയാണ്. അമ്മേ, ഈ കാര്യത്തിൽ വാശിനെയും വൈരാഗ്യത്തിന്റെയും വല്ല ആവശ്യമുണ്ടോ? ഉണ്ട്. മംഗലശ്ശേരിയിലെ ആണുങ്ങളല്ലെന്ന് ചില തറവാട്ടമ്മമാര് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഈ തറവാട്ടിലെ ആണുങ്ങള് ഇളിച്ചു കാണിക്കാനും ആ രംഭകളോട് പഞ്ചാര വർത്തമാനം പറയാനും നിൽക്കാറില്ല. അവര് സ്വഭാവശുദ്ധിയുള്ളവരാ. കറക്റ്റ് കൊച്ചമ്മ, ഈ സാറിന്റെ കാര്യം തന്നെ എനിക്ക് ശരിക്കും അറിയാം. അവരുടെ വീട്ടിലൊക്കെ എനിക്ക് ഇവന്റെ മോളെയും കൊണ്ടൊന്ന് പോണം. എന്നിട്ടുള്ള പഠിപ്പ് മതി. സാറ് വിഷമിക്കണ്ട. പ്രശ്നങ്ങൾ മുഴുവൻ സോൾവ് ചെയ്യാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ചിലപ്പോ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവില്ല. കൊടുത്ത കാശും മുതലാവും. എങ്ങനെ? ആ കുട്ടി എന്തിനാ കൊണ്ടുവന്നത് അതങ്ങ് ചെയ്തു വിട്ടേക്കുക. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്താ ഒറ്റയ്ക്ക് വന്നിരുന്നൊരാലോചന? ഏയ്, ഞാൻ ഇന്ദുവിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എനിക്കും ഏതു നേരവും അതേ ആലോചിക്കാനുള്ളൂ. ജീവിക്കുന്നു ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പൊ ഇത്രയും നാളോ? അതൊരു കഴിഞ്ഞുകൂടൽ മാത്രമായിരുന്നു. വെളുക്കുന്നു, ഇരുട്ടുന്നു, അത്ര തന്നെ. നേരം കൊല്ലാന്ന് പറയില്ലേ, അത് തന്നെ. ഇപ്പൊ എനിക്ക് ദിവസം തികയണില്ല. കുട്ടേട്ടന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടോന്നു? നല്ല ചോദ്യം. ഇപ്പൊ എനിക്ക് വലിയൊരു നിരാശയുണ്ട്, ഒരു നഷ്ടബോധം. എന്തിന്? കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് കിട്ടണമായിരുന്നു. കഴിഞ്ഞ ജന്മത്തില് അത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? എങ്കിലും ഇപ്പോഴും ഞാനത് കുറെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. വലിയൊരു അമ്മയാണെന്ന നാട്യത്തില് കുളിപ്പിക്കും, തല തോർത്തി കൊടുക്കും, ഭംഗിയിൽ അണിയിച്ചൊരുക്കും, ചിലപ്പോ ശാസിക്കും. ഇന്നൊരു തല്ലും കൊടുത്തു. നൊന്ത് കാണില്ല. ആ, ആരാ കുട്ടേട്ടാ ഈ നായർ? ഏത് നായര്? എന്തു പറഞ്ഞു ഒരു നായരെങ്കിലും കുറിച്ച്? ഓ, ആ നായരോ? ആ, അയാള് ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ് അച്ഛനെന്ന കാര്യം അവളെ അറിയിച്ചിട്ടില്ലെന്ന്. ഈ നായരെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത്. നീ ആ കാര്യമൊന്നും അവളോട് ചോദിക്കണം. ശരി. ആ, ഇതാ വിളിക്കുന്നു, ചെല്ല്.
ഇന്ദു ഇന്ദു അതിന് തരാ നിൽക്കാനോട് ഇന്ദു എന്താ 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 ഇത്? കഷ്ടം അതാരും കാണില്ല അച്ഛനെ മാത്രമേ കാട്ടൂ അതുകൊണ്ട് നോക്കട്ടെ. ആ. ഇതച്ഛൻ അതമ്മ താഴെ ഞാൻ. ഉം. എങ്ങനെയുണ്ട്? അമ്മ വരച്ചതാ. അമ്മയും മോളും കൂടെ എന്നെ കുരങ്ങനാക്കിയല്ലോ. ഞാനല്ല അമ്മയാ. ഇനി അച്ഛമ്മയെ കൂടി കാട്ടണം. ഇതോ ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. ഇതോ കാണിച്ചിട്ട് തരാം. ദീപം എന്താണോ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ആട്ടാറുണ്ടോ? എവിടെ നമ്മുടെ മൈന? ഇവിടെ ഇല്ല. എവിടെ പോയി? എന്താ താനൊന്നും മിണ്ടാത്ത? ഞാൻ ആകപ്പാടെ ഒരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി അമ്മയുടെയും വൈഫിന്റെ അച്ഛന്റെയും മുമ്പിൽ മോശക്കാരനായിരിക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞു. ഇന്ദുവിന്റെ മകളാണെന്ന്. മകളോ? അതെ, കള്ളം പറഞ്ഞാണെങ്കിലും സത്യത്തിൽ ഇപ്പൊ അവളെന്റെ മകള് തന്നെയാ. വേല കയ്യിലിരിക്കട്ടെ ആശാനെ, പുത്രവാത്സല്യേ. അങ്കിൾ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പൊടിയന്റെ അടുത്ത് വേണോ ശിഷ്യ മായം? മോളാണെന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് അങ്ങ് കൊണ്ടെടുക്കാനാ പ്ലാനല്ലേ? അങ്കിൾ ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുത്, അതെനിക്കിഷ്ടമല്ല. അമ്മയായാലും മോളായാലും കൊള്ളാം, അവളെ എനിക്കിപ്പോ കൊണ്ടുപോകണം. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. അവളെ ഇപ്പൊ വിട്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അത് ശരി, അത് കൊള്ളാമല്ലോ. കളി കളയണം മിസ്റ്റർ. ഞാൻ കളിയല്ല പറയുന്നത്. ഇതിന്റെ പേര് പോക്കറ്ററെന്ന് പറയും. ഞാനും കാശ് തന്നെയാണ് കൊടുത്തത്. ആ കാശ് ഞാൻ തരാം. മടക്കി വാങ്ങാനല്ല കൊടുത്തത്, പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോകില്ല. തോമസ് ചാക്കോ ആണാളെ കൊണ്ടുപോകും. കൊടുത്ത കാശ് അതിന്റെ പലിശയും മുതലാക്കും. തോമസാറേ, നിങ്ങൾ സമാധാനിക്കും, ഞാൻ സംസാരിച്ചോളാം. എന്റെ ആൺകുട്ടി. ആ, ഞാനേ അഴുക്കീന്ന് കയറി വന്നവനാ. മാന്യന്മാരോട് മാന്യതയും ചെറ്റകളോട് ചെറ്റത്തരവും കാണിക്കാൻ എനിക്കറിയാം. എന്ന് വെച്ചാ തന്റെ മുമ്പിൽ തലയുറഞ്ഞു നിൽക്കാനും തന്റെ ഒപ്പത്തിന് നിൽക്കാനും വേണ്ടി വന്നാൽ തന്റെ തലയ്ക്ക് ചവിട്ടാനും അറിയാവുന്ന അർത്ഥം. മനസ്സിലായോ? പക്ഷേ ചവിട്ടുകൊള്ളാൻ ഞാൻ തലനീട്ടി തരികയും കൂടെ വേണമല്ലോ. അവൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കിയ പണം ഞാൻ തരാം. ദയവ് ചെയ്ത് അവളെ എനിക്ക് വിട്ടുതരും. ഞാൻ പുണ്യം നേടാനല്ല പണം ചെലവാക്കുന്നത്. അവൾക്ക് വേണ്ടി 25,000 രൂപ ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിലേ അവളെ കൊണ്ട് 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്കറിയാം. അത് താൻ തരുമോ? 1 ലക്ഷം രൂപ ഞാൻ തരാം. ആ വേണ്ട, എനിക്ക് അവളെ കിട്ടിയാൽ മതി. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ? അവളിവിടെ ഇല്ല. അവളും അമ്മയും കൂടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കുക. ഇയാള് ആ കരുതാൻ ഉണേ പറയൂ. നമുക്ക് കയറി നോക്കാടോ. അങ്കിൾ, അങ്കിൾ വെള്ളം ഉണ്ടാക്കരുത്. മാന്യമായിട്ട് നിൽക്കുന്ന ഒരു വീടാണ്. അങ്കിൾ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. അങ്കിൾ പ്ലീസ്, അങ്കിൾ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കുന്നത്. എന്നോട് നിൽക്കാൻ എന്നോട് ബുദ്ധി പറഞ്ഞു.
നിങ്ങൾ ഈ കാണിക്കുന്നത്? ഞാൻ പോലീസിനെ വിളിക്കും. ആ അങ്ങനെ പോലീസിനെ വിളിക്കൊന്നും പറഞ്ഞ് വരട്ടെ ഒന്നും വേണ്ട. അതൊക്കെ കുറെ കണ്ടവനാ ഞാൻ. ഞങ്ങൾ ടി വി വെയിറ്റ് ചെയ്യും. ഇന്ന് രാത്രി 12 മണിക്കും അവളെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ തറവാടും അന്തസ്സും ആഭിജാത്തും ഒക്കെ തകർത്തിട്ട് ഞങ്ങൾ പോകും. വാ. നീയേ ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവർ ഞങ്ങൾ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. കാണാം. എന്താ കുട്ടേട്ടാ, ആരുടെ കാര്യം അവര് പറഞ്ഞത്? അത് ഇന്ദുവിന്റെ കാര്യം. നമ്മുടെ മോളുടെയോ? നമ്മുടെ എന്ന് പറയണ്ട, അവള് നമ്മുടെ അല്ല, എന്റെ മോളും അല്ല. ഹൃദയം തുറന്ന് ഒന്നും മറച്ചു വെക്കാതെയാണ് ഞാൻ എല്ലാം പറഞ്ഞത്. സീതേ, അന്ന് നീ മാത്രമായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ സത്യം പറയുമായിരുന്നു. നിനക്ക് എന്നോട് പൊറുക്കാൻ കഴിയും. പക്ഷേ അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ ഒരു വൃത്തികെട്ടവനാവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തോന്നി വരുന്നുള്ള ഞാൻ പറഞ്ഞത്. ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഇന്ദുവിനെ മറ്റൊരു രീതി ഞാൻ കണ്ടിട്ടില്ല. ദൗർബല്യങ്ങൾ എനിക്കുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, മറ്റാരൊക്കെ. നീ എന്നെ വെറുക്കരുത്. അച്ഛാ, അച്ഛാ, വല്യച്ഛന്റെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നിറയെ ചെടികളും അവിടെ. ഞാൻ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. സീത എന്തേടാ? അവള് കിടക്കണമേ, ഒരു തലവേദന. മരുന്ന് പരട്ടി കൊടുത്തോ അച്ഛാ? അമ്മേ, ഒരു തലവേദനയൊന്നും വന്നാ കിടക്കുന്ന കുട്ടിയല്ലല്ലോ അവള്. അമ്മേ, അവളൊന്ന് മയങ്ങാണ്, ഇപ്പൊ ശല്യപ്പെടുത്തണ്ട. ഇന്ദുവിനോട് പറഞ്ഞേക്ക്. ആ ഗോപാല, ഇന്ന് രാത്രി നമുക്കൊരിടം വരെ പോണം. മറ്റാരും അറിയണ്ട. ശരി. ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയത് നന്നായി. എവിടെയവൾ? മിസ്റ്റർ നായർ, 3 ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ 3 ഇരട്ടി. പക്ഷേ എന്റെ മോൾ എനിക്ക് വിട്ടുതരണം. ഇത് വാങ്ങണം. താൻ എന്നെ ചീത്തയാക്കിയേ അടങ്ങൂ. ഇന്ന് അവളെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. എനിക്ക് ജീവനുണ്ടോ നടത്തണോ പൊട്ടി.
പെട്ടിങ്ങട്. നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്നു. ഇതാ അച്ഛാ, അച്ഛാ, അച്ഛനൊന്നുമില്ല, വേഗം സുഖപ്പെടും. അമ്മേ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഗോപാല ചെല്ല്. കരയില്ല കുട്ടി. അച്ഛമ്മയ്ക്ക് നോക്കും. നീ വൈകിട്ട് വരാം. വാ. ചെല്ല്. കുട്ടേട്ടാ, ഇനിയെങ്കിലും പഴയ സ്വഭാവമൊക്കെ കളഞ്ഞ് നല്ല പേരുണ്ടാക്കണം. നമ്മുടെ മോള് വളരെയാണ്, അത് മറക്കരുത്. ഇന്നലെ മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. അമ്മയാണ്, നീയാണ്, എന്റെ മോളാണ് സത്യം.